ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഹാർഡ് കോർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തി വെച്ച് കൊടുത്തതാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ സ്റ്റാർട്ടർ ബേസ് പണിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതായാലും അതിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡ്. അപ്പോൾ റീപ്ലൈ കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബിൽഡ് സ്റ്റാർട്ടർ ബേസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത് ഉള്ളിലുള്ളത് എൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ ബിൽഡ് മാത്രം ഞാൻ ട്യൂട്ടോറിയൽ നോക്കി ചെയ്തതാണ്. അതും കുറേയൊക്കെ ഞാൻ മാറ്റി. ഇവിടെ പൊട്ടിച്ച് നമുക്കൊരു വിൻഡോ ആക്കണം. അത് നമുക്ക് ഗ്ലാസ്സൊക്കെ കിട്ടിയിട്ട് സെറ്റാക്കാം. ഇത് നമുക്കിപ്പോൾ ഈ ഒരു ബയോമിൽ സാൻഡ് കിട്ടാൻ കുറച്ച് പണിയാണ്. ഞാനൊരു പ്ലെയിൻസ് തപ്പി ഇറങ്ങണുണ്ട്. പ്ലെയിൻസ് തപ്പി ഇറങ്ങുന്നതാണ് ഇന്നത്തെ പരിപാടി നമ്മുടെ. അപ്പോൾ ഞാനിങ്ങനെ റീപ്ലൈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിനതുകൊണ്ട് ഈ ഒരു വില്ലേജ് കൂടെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കൂടി ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു പ്ലെയിൻസ് കണ്ടുപിടിച്ച് നമുക്ക് കുറച്ച് ഷീപ്പിനെയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നോക്കണം. കാരണം നമുക്കിവിടെ ഊളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പണിയാണ്. ഊള് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. പ്ലെയിൻസ് ആകുമ്പോൾ പിന്നെ കുറേ ഷീപ്പും കാര്യങ്ങളൊക്കെ സ്പോൺ ആവുമല്ലോ. അവിടുത്തെ കുറച്ച് ഷീപ്പിനെ ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇതൊരു ചെറിയ വില്ലേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് റീപ്ലേയിൽ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. നമ്മുടെ അപ്പുറത്തെ ആ വില്ലേജിൻ്റെ അത്ര വലുപ്പമൊന്നും ഇതിന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ കുറച്ച് ബ്രെഡ് ഉണ്ട്, അതെടുത്തേക്കാം. ഫുഡായി. ബ്ലൂ ഐസാ, അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഞാൻ ഈ ലാൻഡേണൊക്കെ മറ്റേ വില്ലേജിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു അയൺ കോളം നിൽക്കുന്നത്. ഞാൻ ഇവിടെ ഒരു അയൺ കോളത്തിനെ കണ്ടില്ല. മറ്റേ വില്ലേജിൽ 2 അയൺ കോളുണ്ട്. അതിലൊന്നിനെ തട്ടിയിട്ട് കുറച്ച് അയൺ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹാർഡ് കോർ ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ചെറിയൊരു വില്ലേജാണ്. അവിടെ അധികം ലൂട്ടാനോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നൊരു പ്ലെയിൻസ് കണ്ടുപിടിച്ച് അവിടെ ലൊക്കേഷൻ ഒന്ന് നോട്ട് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം പോയിട്ട് ഷീപ്പിനൊക്കെ കൊണ്ടുവരണം. വീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് ഷീപ്പിനെയും ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഫാം ചെയ്യണം. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പ്ലെയിൻസ് കിട്ടിയേ. അയ്യോ, ഇന്ന് ഞാൻ പ്ലെയിൻസ് തപ്പി കുറേ നടക്കേണ്ടി വരും വിചാരിച്ചതാണ്. ഒരു കേവ് അല്ലേ, ഒരു വാട്ടർ കേവ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് കോള് കിടക്കുന്നുണ്ട്. അയണൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലെയിൻസും ഉണ്ടായിരുന്നു. ഇതേതെങ്കിലും ലാഭമായി നമുക്ക്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് ഷീപ്പിനെ കൊണ്ടുപോകാം. കുറച്ചൊന്നുമില്ല, വെറും 2 ഷീപ്പിനെ കൊണ്ടുപോയാൽ മതി. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് വെറുതെ അങ്ങോട്ടിറങ്ങി റിസ്ക് എടുക്കണ്ട. ഇവിടെ ഒരു ഓക്ക് നിൽക്കണം, നമുക്ക് വെട്ടിയെടുക്കുക. സാധാരണ മൈൻക്രാഫ്റ്റ് കയറി ഈ ഒരു സാധനം വെട്ടാതെ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ഓക്കിൻ്റെ ഇത് കൊണ്ടുപോകാം. നമുക്ക് അവിടെ കൊണ്ടുപോയി മരം ഫാം ചെയ്യണോ നമുക്ക് നോക്കാം. പിന്നൊരു തവണ വന്നിട്ടേ നമുക്ക് സെറ്റാക്കാം. ഇവിടെ ഷീപ്പൊന്നും ഇല്ലേ, മോപ്സിനൊന്നും കാണാനില്ല. ഒരു കോഴി ഇരിക്കണ്. അതുകൊണ്ട് അവിടെ കുറച്ച് കുതിരയൊക്കെ ഉണ്ട്. നമുക്ക് മറ്റേ സാഡിൽ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു സാഡിൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് കുതിരേനെ കൊണ്ടുപോകണം അവിടെ നിന്ന്. അതൊക്കെ നമുക്ക് പിന്നെ സെറ്റാക്കാം. അതുകൊണ്ട് ഇവിടെ കുറേ ഷീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 3 ഷീപ്പ് ഇവിടെ, വൈറ്റ് ഷീപ്പ്. പിന്നെ ഇവിടെ കുറച്ച് ഷീപ്പ് തോണ്ട, അവിടെ താഴെ കുറച്ച് ഷീപ്പ്, കുറേ ഉണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് ഇതിനെ ഫുള്ള് കൊണ്ടുപോകണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലെയിൻസ് കണ്ടുപിടിച്ച് കുറേ ഞാൻ നടക്കുമെന്ന് വിചാരിച്ചതായിരുന്നു. ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ പോലെ ചെയ്യാനൊക്കെ വിചാരിച്ചത്. ഈ പിക്കിനൊന്നും ഇല്ല.
അപ്പോൾ അത് ആ കണ്ടന്റ് എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. അതുകൊണ്ട് ഇവിടെ പ്ലെയിൻസ് എന്തായാലും ഞാൻ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ബേസിലോട്ട് തന്നെ തിരിച്ചു പോയിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ നോക്കാം. മൈനിങ് ഏരിയ സെറ്റ് ആക്കണമെന്ന് ആലോചിക്കാം. മാറിപ്പോ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിക്കിനെ തല്ലി ഫുഡാക്കാം. അതുകൊണ്ട് ഒരു ചെറിയ കുട്ടി അത് വളർന്നു അതിനെ കൂടെ തല്ലിക്കൊല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി പ്ലെയിൻസിൽ വല്ല വില്ലേജ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ക്യാരറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ കൊണ്ട് വലിയൊരു കുഴിയൊക്കെ അവിടുന്ന് ക്യാരറ്റും കാര്യങ്ങളും ഒപ്പിക്കാൻ പറ്റിയാലേ സെറ്റായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. തൽക്കാലം നമുക്ക് ബേസിലോട്ട് പോവാം. അതുകൊണ്ട് ഇവിടെ വേറൊരു കേവൊക്കെ ഇതിനകത്ത് അയണൊന്നും കാണാനുമില്ല. ഫുള്ള് കോപ്പറാണല്ലോ. കോപ്പറിൻ്റെ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കുറച്ച് യൂസ്ഫുൾ ആയിരുന്നു ആ കോപ്പർ. ഇപ്പോൾ നമുക്ക് കോപ്പർ കൊണ്ടൊരു കാര്യമില്ല. കോപ്പർ കൊണ്ട് കാര്യമില്ല എന്നല്ല, നമുക്ക് കോപ്പർ ആവശ്യമുണ്ട് കേട്ടോ. കോപ്പർ മറ്റേ ബ്രീഡറും അയൺ ഫാമൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് കോപ്പറിൻ്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞ സീരീസിൽ തന്നെ നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാമായിരിക്കും. എന്താ നമ്മുടെ വില്ലേജേഴ്സ് 3 വില്ലേജേഴ്സ് അയൺ ഫാമിലുണ്ടായിരുന്ന ഒരു വിച്ചായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കടലും ഉണ്ട്. വാവ്, ഏതായാലും കൊള്ളാം. അതുകൊണ്ട് സാൻഡ് കുറേ ഉണ്ടല്ലോ ഇവിടെ. പറഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാനുള്ളത് സെറ്റായി. ഞാൻ പോരുന്ന ടൈമിന് അവിടെ നിന്നൊരു മോബ് സ്പോണർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും എന്ത് മോബാണെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ കുറച്ച് അയൺ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കേവിൽ ഇറങ്ങാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര പേടി. അപ്പോൾ പിന്നെ അതൊക്കെ ഒഴിച്ച് കുറച്ച് അയൺ ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെറിയൊരു മൈനിങ് ഏരിയ സെറ്റാക്കിയിട്ടാൽ പിന്നെ നമുക്ക് മൈനിങ്ങിന് പോകാനും കുഴപ്പമില്ലാതെ സേഫായിട്ട് തന്നെ മൈൻ ചെയ്യാമല്ലോ. അപ്പോൾ ഷവലും പൊട്ടി. ഓക്കെ, ഇതൊക്കെ ഞാൻ വേറെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുഴിച്ച് കുറച്ച് അയൺ കിട്ടുമോ നോക്കാം. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്റോക്ക് വരെ ഒന്ന് കുഴിച്ചിടണം നോക്കാം. ഇവിടെ നിന്ന് തൽക്കാലം ഈ ഒരു എന്താ ബ്ലോക്കിൻ്റെ ഇതിൽ അങ്ങനെ കുഴിച്ച് പോവാം. ഈ ഒരു സ്പേസിൽ നമുക്കൊരു മൈനിങ് ഏരിയ സെറ്റാക്കി ഇടണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇങ്ങനെ കുഴിച്ച് പോവാം. അവിടെ എത്തണ വരെ കുഴിക്കാൻ ബെഡ്റോക്ക് വരെ എത്തണ വരെ നമുക്ക് അയണോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. അതുകൊണ്ട് കുറച്ച് കോള് കിട്ടി. നമുക്ക് ടോർച്ച് ഉണ്ടാക്കാനും സ്മെൽറ്റ് ചെയ്യാനൊക്കെ കുറേ ആവശ്യമുണ്ടാവും കോള്. അത് മാത്രമല്ല നമുക്ക് ഇതിൽ നൈറ്റ് വിഷൻ്റെ മോഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കോളിൻ്റെ ആവശ്യം വരും ടോർച്ചും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. കിട്ടി ഒരു അയണിൻ്റെ ഇത് കാണുന്നുണ്ട്. ഓക്കെ, ബാക്കിലോട്ടും ഉണ്ട്. അതിൻ്റെ ബാക്കിലോട്ടുണ്ട്. ഒന്നുണ്ട് താഴെ ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അയൺ കൊടുന്ന് കിട്ടിയിട്ടുണ്ട്. 4 പീസായി. 5, 6. ഓക്കെ, 6 തന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇനി കുറച്ചുകൂടി താഴത്തോട്ട് പോയി നോക്കാം. കുറച്ചും കൂടി അയൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിലോട്ട് ഇനിയുണ്ട്. നമ്മുടെ അടുത്ത് അങ്ങനെ കുറച്ച് അധികം അയൺ ആയിട്ടുണ്ട്. നമുക്ക് അയൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഫാം ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് അയണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അയണ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ലാവയും കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു അയൺ ഫാം ഉണ്ടാകും. കാരണം അയണ് ഞാൻ പെട്ടെന്ന് ഒരു അയൺ ഫാം അങ്ങോട്ട് സെറ്റ് ആയിട്ടാൽ പിന്നെ അയണിൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അയണ് കിട്ടും. മറ്റേത് നമുക്ക് ടാസ്ക്കാണ്, മൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് പണിയാണ്. സ്പ്രൂസ് മൊത്തം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ ബാക്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കണത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്നാൽ ബിൽഡിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ വേറെ എന്തൊക്കെയോ ചെയ്തു. പ്ലെയിൻസ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഏതായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.